നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടന്ന ഒരു മണ്ഡലമാണ് വടകര. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണ വടകര ആർക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഇനി ആകാംക്ഷയുടെ ഒരു ചോദ്യം. ഏതായാലും വടകര ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്ക് തന്നെയാണ് നേരിയ മുൻതൂക്കമെന്നാണ് CPM വിലയിരുത്തൽ. ബ്രാഞ്ച് ബൂത്ത് തല കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശകലനത്തിലാണ് 1200-നും 1500-നും ഇടയിലുള്ള വോട്ടിന്റെ ഭൂരിപക്ഷത്തിനെങ്കിലും കെ ശൈലജയ്ക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്ന് കണക്കുകൂട്ടുന്നത്. കഴിഞ്ഞ തവണ വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച CPM-ലെ P. ജയരാജൻ 1,00,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നായിരുന്നു CPM താഴേക്കിടയിൽ നിന്നുള്ള കമ്മിറ്റികളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതും ഇതുതന്നെയായിരുന്നു. എന്നിട്ടും 84,663 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് K. മുരളീധരൻ വടകരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ സാഹചര്യത്തിലാണ് ഇത്തവണ സംശയമുള്ളതും ആടിക്കളിക്കുന്നതുമായ വോട്ടുകളെല്ലാം മാറ്റി നിർത്തി ഉറച്ച വോട്ടുകൾ മാത്രം പരിഗണിച്ച് ബൂത്ത് തലത്തിൽ നിന്ന് മണ്ഡലം കമ്മിറ്റികളിലേക്ക് റിപ്പോർട്ട് പോയത്. എന്നാലും വോട്ട് നിലയിലെ കുറവ് തങ്ങളുടെ പ്രവർത്തന പോരായ്മയിലേക്ക് വിരൽ ചൂണ്ടിയേക്കാമെന്ന ആശങ്കയിൽ ചില ബൂത്ത് കമ്മിറ്റികൾ യഥാർത്ഥ ചിത്രം നൽകിയില്ലെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തലശ്ശേരി, കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിൽ LDF-ന് ഇത്തവണ അല്പം മേൽക്കോയ്മ ഉണ്ടാവുമെന്നാണ് അന്തിമ അവലോകനം. വടകര, കൊയിലാണ്ടി, പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം എന്നിവിടങ്ങളിൽ UDF-ന് തന്നെയാവും ഇത്തവണയും മേൽക്കൈ. പേരാമ്പ്ര, കുറ്റ്യാടി, നാദാപുരം അസംബ്ലി മണ്ഡലങ്ങളിൽ അടിയൊഴുക്ക് ശക്തമാണെന്ന വിലയിരുത്തലിലാണ് പാർട്ടി. വടകരയിൽ കോൺഗ്രസ് നേതാവും നിലവിലെ MP-യുമായ K. മുരളീധരൻ വീണ്ടും സ്ഥാനാർത്ഥിയാവുമെന്ന നിഗമനത്തിലാണ് വടകര തിരിച്ചുപിടിക്കാൻ മുൻ ആരോഗ്യമന്ത്രിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ ശൈലജയെ രംഗത്തിറക്കിയത്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ അവർ ഏറെ മുന്നോട്ട് പോയിരുന്നു. എന്നാൽ പാലക്കാട് MLA ആയ ഷാഫി പറമ്പിലിനെ UDF സ്ഥാനാർത്ഥിയാക്കിയതോടെ വടകരയിലെ തെരഞ്ഞെടുപ്പ് രംഗം മറ്റൊരു തലത്തിലേക്ക് പെട്ടെന്ന് എത്തുകയായിരുന്നു. NDA സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് 80,128 വോട്ടായിരുന്നു. വലിയ മുന്നേറ്റം വടകരയിൽ NDAക്ക് സാധ്യമാകില്ലെന്ന വിലയിരുത്തലാണ് CPM. വടകര ലോക്സഭാ മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ വത്സൻ പനയോളി ഉൾപ്പെടെയുള്ളവരാണ് അന്തിമ വിശകലന റിപ്പോർട്ട് തയ്യാറാക്കിയത്. കൂടാതെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയായിരുന്ന കെ ശൈലജയെ വിമർശിച്ച് വിവാദ പ്രസംഗം നടത്തിയ RMP നേതാവിന്റെ പേരിൽ കേസെടുത്ത് പോലീസ്. മഹിളാ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പുഷ്പജ കൊടുത്ത പരാതിയിലാണ് നടപടി. RMP നേതാവ് KS ഹരിഹരനെതിരെയാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചു, സമൂഹത്തിൽ ലഹളയുണ്ടാകാൻ ശ്രമിച്ചു എന്ന FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. IPC 153, 509 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത്. വടകരയിൽ വെള്ളിയാഴ്ച UDF-ഉം RMP സംഘടിപ്പിച്ച ക്യാമ്പയിനിലാണ് KS ഹരിഹരൻ നടത്തിയ വിവാദ പരാമർശമാണ് കേസിന് ആധാരം. ഹരിഹരൻ പരാമർശം പിൻവലിച്ച് മാപ്പ് പറഞ്ഞിരുന്നു.